ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം തന്നെ പറയാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയം ഇപ്പോൾ ഒരാളായി രണ്ടാളായി പല ആളായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതുപോലെ വരുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒറ്റ ക്രിസ്ത്യാനികൾ പോലും വരുന്നില്ല ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഒരു ക്രിസ്ത്യാനികൾ പോലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വരുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ഈ ക്രിസ്ത്യൻസ് മാത്രമല്ല, ഈ ഇസ്ലാമുകളാണെങ്കിൽ പോലും എല്ലാവരും ഒന്നും വരുന്നില്ല. ഇതുപോലെ ചിലരൊക്കെ ഇങ്ങനെ വരുന്നു. അതായത് നമ്മൾ ഇത്രയും നാളും കരുതിയിരുന്നത് ജസ്ല സലീം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി ഇരുന്ന് ജസ്ലയ്ക്കൊപ്പം അന്നൊരു ശ്രീകൃഷ്ണ വേഷത്തിലായിരുന്നു ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നത് അന്ന്. പിന്നീട് പറയാനാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ തന്നെ വന്നിട്ടൊരു യുവാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പുള്ളിക്കാരൻ ഗുരുവായൂർ പോയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, റീൽസൊന്നും എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാം പലരും ഇതുപോലെ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആധാർ കാർഡ് നിർബന്ധമാക്കണം എന്ന് തന്നെയാണ്. നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സൊന്നും ഇതൊന്നും ആവശ്യപ്പെട്ടാലൊന്നും ആരും അംഗീകരിക്കത്തില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് ബോധ്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇത് സത്യം പറയുകയാണെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കോപ്രായങ്ങളും മറ്റുള്ളവരിങ്ങനെ വന്ന് പോകുന്ന ഈ ഒരു പ്രതിസന്ധിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ക്രിസ്ത്യാനികൾ ആരും വരുന്നില്ല, പിന്നെ എന്തിനാണ് ഈ മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യരുത്, നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുത്, നമുക്ക് പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെടാനായിട്ട് അത് കാരണമാവും, ആരും ഇങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിംസുകൾ ഒരുപാടുണ്ട്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ ആരും വേറിട്ട് കണ്ടിട്ടൊന്നുമില്ല. അവർ നമ്മളിൽപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ എന്ത് തെമ്മാടിത്തരം ആരും കാണിച്ചാലും അതിനൊക്കെ ജാതി സ്പിരിറ്റിൻ്റെ പേരിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും ഉണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്, അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് കുരു പൊട്ടി ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരടുത്ത് വേറെ എന്ത് പറയാനാണ്, അല്ലേ? അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ പറഞ്ഞോളൂ, എന്ത് വേണേലും പറഞ്ഞോളൂ. പക്ഷേ ഈ പറയുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നമ്മുടെ കൂടപ്പിറപ്പ് തന്നെയാണ് എന്നാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഒന്നും മാറ്റി കാണാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ കൂടപ്പിറപ്പ് തന്നെയാണ്. പെട്ടെന്ന് നമ്മളൊരിടത്ത് വീണ് കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കാണുന്ന നിങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഒന്നും മാറ്റി കാണത്തില്ല. പക്ഷേ ഈ മുന്നിൽ കാണുന്ന ഈ തെറ്റുകൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ ഒരു വിഷയത്തിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോരുത്തരിങ്ങനെ കാണിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു പ്രചോദനം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ഒന്ന് മനസ്സിലാക്കണം. എല്ലാവരും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും ഇവിടേക്ക് തന്നെ എന്തിനാണ് പോരുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത്. ഒരുപാട് ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്, അവിടെയൊന്നും ആർക്കും പോകണ്ട. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊന്നും ആർക്കും വേണ്ട, അവിടെയൊന്നും ആർക്കും പോകാനും വയ്യ. അതെനിക്ക് തോന്നുന്നു അത് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞു അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളൊന്നും പോവാത്തതെന്ന്. അങ്ങനെയാണെങ്കിൽ പോലും കൊടുങ്ങല്ലൂർ, എൻ്റെ പൊന്നോ, കൊടുങ്ങല്ലൂരൊക്കെ, മൂകാംബിക, കൊടുങ്ങല്ലൂർ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും ഭയങ്കരമായ മൂർത്തിഭാവമുള്ള ക്ഷേത്രമാണ്. അവിടെയും പോകണ്ട, എല്ലാവർക്കും ഗുരുവായൂരപ്പനെ മതി. എന്താ ഈ കണ്ണ ഇത്ര പാവമാണെന്ന് വിചാരിച്ചിട്ടാണോ? ഇത്രയുള്ളൊരു കുഞ്ഞാളായതുകൊണ്ട് അത് പാവമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതുകൊണ്ടാണോ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇത്രയും താല്പര്യം കാണിക്കുന്നത്? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഗുരുവായൂർ ക്ഷേത്രം എന്താണ് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമുക്കങ്ങ് പ്രഖ്യാപിക്കാം. എന്താ, ഗുരുവായൂർ ക്ഷേത്രം ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വരാം. എല്ലാ വിനോദസഞ്ചാരികളും, എല്ലാ മതസ്ഥരും, എല്ലാവരും വന്ന് കണ്ടിട്ട് പോട്ടെ. പിന്നല്ലാതെ ഇതിൽ കൂടുതൽ എന്താണ് ഇതിനൊക്കെ പറയുന്നത്? എന്തോന്നാണ് ഇതിനൊക്കെ പറയുന്നത്?
ദയവ് ചെയ്ത് നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും കൊണ്ട് നമ്മുടെ സാഹോദര്യത്തെ ഇല്ലാതാക്കല്ലേ. എനിക്ക് വീണ്ടും വീണ്ടും അതാണ് പറയാനുള്ളത്. നമ്മളിങ്ങനെ ഐക്യതയോടുകൂടി കഴിയുന്നത് നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് വരാതിരിക്കൂ. ഇങ്ങനെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഒളിച്ചും പതുങ്ങിയൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടും കൂടിയാണ് പറയുന്നത്, ദയവ് ചെയ്ത് വരാതിരിക്കൂ. നിങ്ങൾ വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാട് നടത്തണോ, എന്തെങ്കിലും വഴിപാട് പ്രസാദം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, നിങ്ങൾ ആരുടെങ്കിലും ഒരാളോട് പറഞ്ഞാൽ മതി. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് തരും. അങ്ങനെ മനസ്സുള്ള ആളുകളുണ്ട്. മനസ്സിലായില്ലേ? തൊഴുത് പറയുകയാണ്, ദയവീത് വരാതിരിക്കൂ. നമ്മൾ തമ്മിലുള്ള ആ ഐക്യതയും സ്നേഹവും ഒത്തൊരുമയൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാ കാലവും ക്ഷമിച്ചും സഹിച്ചും എല്ലാവരും ഇരിക്കില്ലടോ. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ആരെങ്കിലും പള്ളിക്കകത്ത് വന്നാൽ നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുമോ? അത് സമ്മതിക്കുമോ? തട്ടമിട്ട് പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ചന്ദനക്കുറിയും ഇട്ട് സിന്ദൂരവും ഇട്ട് ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് പൂവൊക്കെ ചൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് കയറ്റുമോ? നിങ്ങളെ പള്ളിക്കകത്ത് ചവിട്ടി പുറത്താക്കൂലേ? അപ്പോഴേ നിങ്ങൾ വെട്ടുകത്തി കഴുത്തിൽ വെക്കിയില്ലേ? നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ സാഹോദര്യമാണ്. നമ്മുടെ മക്കൾമാർ തമ്മിൽ പോലും, ഇപ്പോഴത്തെ കുട്ടികൾ തമ്മിൽ എന്തോ ഒരു ഇഷ്ടത്തിലാണ് പിള്ളേർ. ഭയങ്കര സ്നേഹമാണ്, ചങ്കും കരളുമാണ് കൊച്ചുങ്ങൾ തമ്മിൽ ഇപ്പോഴത്തെ. അവർക്ക് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ പെൺകുട്ടിയുടെ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇത്തിരിയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ഞാൻ ഒരുപാടൊന്നും ഇതിനകത്ത് വച്ചിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ശകലം പോലും ഭാഗം മാത്രമേ വെച്ചിട്ടുള്ളൂ. കണ്ടോ? പറഞ്ഞ കഥ കുറച്ച് നേരത്തെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പൊ നിങ്ങളെയും കണ്ണ് നിറയും. അങ്ങനത്തെ ഒരു കഥയാണ്. സീരിയസ്ലി, ഇത് തമാശക്ക് പറയല്ല. അപ്പൊ എല്ലാരും കേൾക്കുക. അല്ല, ഇവിടെ ജീവിത ഇതാണ് പറയും. എല്ലാ സീരിയസ്ലി പറഞ്ഞല്ലേ ശരിക്കും.